ഇലക്ഷൻ മാറ്റിവെക്കാൻ സാധ്യതയില്ലെന്ന്, യാതൊരു ക്രമസമാധാന പ്രശ്നം ഉണ്ടാവില്ലെന്ന് ഹോം മിനിസ്റ്ററും പാർട്ടി സെക്രട്ടറിയും ഇലക്ഷൻ കമ്മീഷൻ ഉറപ്പ് കൊടുത്തു. അവർക്ക് കിട്ടിയ സഹതാപതരംഗം വേസ്റ്റ് ആക്കണ്ടല്ലോ. ഇലക്ഷൻ മാറ്റി വെച്ചിരുന്നെങ്കിൽ ഉണ്ടല്ലോ ചെയ്ത പണിയെല്ലാം വേസ്റ്റ് ആയി പോവനെ. എന്നാലും മോഹനെ ആരായിരിക്കും കൊന്നത്? കൊന്നത് മോഹനെ ആണെങ്കിലും ലക്ഷ്യം ഞാനാ TC. ഇരിക്ക്. ഇപ്പോൾ 2-3 ചോദ്യങ്ങൾ മാത്രം, വിശദമായിട്ട് പിന്നെ. 10 ദിവസം മുമ്പുള്ള ഒരു ഇൻസിഡന്റ് മീഡിയക്കാരുടെ മുമ്പിൽ അന്ന് അയാളത് നിഷേധിച്ചതാണ്. സഖാവ് രാജേന്ദ്രന് നേരെ രാമനുണ്ണി ഒരു തോക്ക് ചൂണ്ടിയെന്ന് അറിയാമല്ലോ. സത്യത്തിൽ അത് സംഭവിച്ചാണോ? അതെ സാർ. ഇത് ഞാൻ മോഹന് നേരെയും ചൂണ്ടും, അത് പൊട്ടിക്കാനായിരിക്കും എന്നൊരു വാചകം അതുണ്ടായോ? സാർ അത് അപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ. ശരിയാണ്, പറഞ്ഞു. ഓക്കെ, റിപ്പോർട്ടർ ചാനലിലെ ഗസ്റ്റ് റൂമിനകത്ത് വെച്ച് മോഹനുമായിട്ട് സാർ യാതൊരു പ്രൊവോക്കേഷനും ഇല്ലാണ്ടാണ് അയാൾ എന്നെ ചവിട്ടി പുറത്തിട്ടത്. എല്ലാവരും കണ്ടാണ്. അകത്ത് നിങ്ങൾ 2 ആളും മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ? അകത്ത് നടന്ന ആരും കണ്ടില്ലല്ലോ. തോക്ക് കിട്ടിയതിന് ശേഷം തൊടുപുഴ റൈഫിൾ ക്ലബിൽ ഫയറിംഗ് പ്രാക്ടീസിന് പോയിരുന്നു. ഓ സാർ. നിങ്ങൾക്ക് 2 ആൾക്കും ആധാർ കാർഡ് ഉണ്ടോ? ഉണ്ട് സാർ. കാണട്ടെ, വരൂ. സാർ, ഇതിന്റെ ഡീറ്റെയിൽസ് കുറിച്ചെടുത്ത് എനിക്ക് SMS ചെയ്യണം. സാർ. അപ്പൊ ശരി. രാമനുണ്ണിയുടെ തോക്കൊന്ന് കാണാവോ? വീട്ടിലാണ് സാർ. കളി കാണാൻ പോയതുകൊണ്ട് എടുത്തില്ല. സ്റ്റേഡിയത്തിൽ നിന്ന് നേരെ വീട്ടിൽ പോയിരുന്നല്ലേ? സാർ, പ്രതി ഞാനാവണം എന്നൊരു തീരുമാനമുള്ള പോലെ. തെളിവുകൾ തീരുമാനിക്കും പ്രതി ആരാവണം. ഗുഡ് ലക്ക്. ഇയാളൊരു കൃഷി ഓഫീസറോ? ആധാർ കാർഡൊക്കെ ചോദിക്കാം. നമ്മുടെ പാമ്പ്രിന്റും ബ്ലഡ് ഗ്രൂപ്പും റെറ്റിന സ്കാനും DNA വരെ അതിലിരിക്കല്ലേ? അല്ലപ്പം ഞാൻ എന്നെ അവര് തന്നെ സംശയിക്കുന്നുണ്ട്. താൻ എൻ്റെ സന്തത സഹചാരിയല്ലേ? പിന്നെ ഒരു കാര്യം, ഞെട്ടരുത്. എന്താ? പുറത്ത് നിൽക്കണ പോലീസുകാരില്ലേ, ആ അവരിപ്പോ നമ്മുടെ പ്രൊട്ടക്ഷൻ ഉള്ളതല്ല. പിന്നെ നമ്മളിപ്പോ പോലീസ് കസ്റ്റഡിയിലാണ്. പിന്നെ പോലീസ് കസ്റ്റഡി അതങ്ങ് പള്ളിയിൽ ചെന്ന് പറഞ്ഞാൽ മതി. ഇന്നത്താൻ പോയി ശ്രമിച്ചോക്കടോ. മെസ്സേജ് സാറിന് സെൻഡ് ആയിട്ടുണ്ടല്ലോ. ഉണ്ട് സാർ. ഓക്കെ, ഒന്നുകൂടി ചെക്ക് ചെയ്യാം സാർ. ഇടല് പോരെ? അഗസ്റ്റ്യൻ 2 പേർക്കുള്ള ഇഡ്ഡലി വാങ്ങിച്ചോളൂ. സാർ, എന്താ ഇഡ്ഡലി വേണോന്നല്ലേ പറഞ്ഞേ? അയ്യോ അതല്ല, ഞാനിപ്പോ പോയിട്ട് രാവിലെ വരുമ്പോ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവരുന്ന കാര്യം പറഞ്ഞതാ. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ രാവിലെ ഉള്ള കാര്യമല്ലേ? ഇപ്പൊ സാർ അകത്ത് പോയിരി, ചെന്ന് റെസ്റ്റ് അല്ല, റെസ്റ്റ് എടുക്കേണ്ട കാര്യമില്ല. സോമൻ സാറേ, ആഹാ എങ്കിൽ ശരി, ഇവനൊക്കെ വിവരം അറിയും. വരട്ടെ, സകല മീഡിയക്കാരും വരട്ടെ. ഒരു നാല് ഏതൊരു നാരിയെ കൊന്നെന്ന് പറഞ്ഞ് താൻ ആരെ പിണ്ണ വെക്കാനോട് ഇപ്പൊ കോപ്പിൽ തോക്ക് വാങ്ങിയത്? വെറുതെ മനുഷ്യനെ ചുറ്റിക്കാൻ. സർവീസ് ടെമ്പററി സസ്പെൻഡഡ് എന്ന്. ഇതും അതെ, ടെമ്പററിലി സസ്പെൻഡഡ്. ഹലോ, സ്ഥലം തഹസിൽദാർ, പിന്നെ അടുത്തുള്ള ഏതെങ്കിലും ഒരു സ്കൂൾ ടീച്ചർ, ഒരു ഫോട്ടോഗ്രാഫർ, ഇവരെ കൂട്ടി ഇപ്പൊ തന്നെ രാമനുണ്ണിയുടെ വീട്ടിലേക്ക് പോയിക്കൊള്ളു. കമോൺ ക്വിക്ക്.
രാമന്റെ ശവസംസ്കാര ചടങ്ങിന് മുമ്പ് പ്രതിയെ അറസ്റ്റ് ചെയ്തിരിക്കും. That's all. സർ, ബോഡിയിലെ പ്രൊജക്ടൈൽ പാർട്ട്, അതായത് ബുള്ളറ്റിന്റെ ഗതി മുന്നിൽ നിന്ന് 35 ഡിഗ്രി ഡൗൺവേർഡാണ്. ഷൂട്ട് ചെയ്തിരിക്കുന്നത് 20-22 മീറ്റർ ഡിസ്റ്റൻസിൽ നിന്നും. ദാറ്റ് മീൻസ് ഗാലറിയുടെ മുകളിൽ നിന്നുള്ള ഒന്നാമത്തെയോ രണ്ടാമത്തെയോ റോയിൽ നിന്നും. സെക്കൻഡ് റോയിലുള്ള ഈ 2 സീറ്റുകളിലായിരുന്നു രാമനുണ്ണിയും തോമസ് ചാക്കോയും. ബോഡിയിൽ നിന്ന് റിക്കവർ ചെയ്ത ബുള്ളറ്റ് ഇതൊരു .32 ബുള്ളറ്റാണ്. സർ, ബൈ ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം ജില്ലയിലെ എല്ലാ ലൈസൻസ്ഡ് തോക്കുകളും ADMന്റെ മുമ്പിൽ സറണ്ടർ ചെയ്തിരിക്കുകയാണ്. രാമനുണ്ണിയുടെ തോക്ക് ഒഴികെ വീട്ടിൽ നിന്ന് സീസ് ചെയ്ത രാമനുണ്ണിയുടെ റിവോൾവർ. അരമണിക്കൂറിനകം പ്രതികളെ അറസ്റ്റ് ചെയ്തിരിക്കും. യു ക്യാൻ വിറ്റ്നസ്. വെബ്ലിയൻ സ്കോട്ട് .32 റിവോൾവർ. .32 റിവോൾവർ. ഇതൊരു 6 ഷോട്ട് റിവോൾവറാണ്. 6 ബുള്ളറ്റുകൾ ലോഡ് ചെയ്യാം. ഇതിൽ 5 ബുള്ളറ്റുകളെ ഉണ്ടായിരുന്നുള്ളൂ. 1 bullet is missing. സർ, ഇത് വെറും ഒരു രാഷ്ട്രീയ കൊലപാതകമല്ല. പേഴ്സണൽ വെഞ്ചൻസ് ആണ് റീസൺ. അതിന് സോളിഡ് ആയിട്ടുള്ള 3 പ്രയർ ഇൻസിഡൻസ്, അത് കൊറാബറേറ്റ് ചെയ്യുന്ന 12 മൊഴികൾ, സഫിഷ്യന്റ് ആൻഡ് കൺക്ലൂസീവ് എവിഡൻസ്. പിന്നെ ഈ തോക്കിൽ 2 പേരുടെ പാം പ്രിന്റുകളുണ്ട്, രാമനുണ്ണിയുടെയും തോമസ് ചാക്കോയുടെയും. ഷൂട്ട് ചെയ്തത് ഇവല്ലാര്? ദാറ്റ്സ് ഓൺലി റിമൈനിങ് തിങ് ടു ബി പ്രൂവ്ഡ്. സർ, ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തായിരുന്നു? കൊടുത്തു സാർ. Shall I proceed to arrest them? Yes, you can proceed. ഇവിടെയെങ്കിലും ഇല്ല സർ. What? Come on, search. സർ,